കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പത്രോസ് എഴുതിയ ലേഖനം ഒന്നാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെയും 19-ാമത്തെയും വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: വ്യർത്ഥവും പിതൃപാരമ്പര്യവുമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാട്ടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, വ്യർത്ഥ ഒരു ജീവിതം. നാം ദൈവവചനം വായിക്കുമ്പോൾ അതിൻ്റെതായ ആ ഒരു രീതിയിൽ ദൈവവചനം വായിക്കുകയും അതിൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് എഴുതിയിരിക്കുന്ന ആ ഒരു അർത്ഥത്തിൽ നാം മനസ്സിലാക്കുകയും ചെയ്തില്ല എങ്കിൽ നമ്മുടെ ജീവിതം ഒരു വ്യർത്ഥ ജീവിതമാകുന്നു, ലോകപ്രകാരമായിട്ടുള്ള ഒരു ജീവിതം ആകുന്നു. പക്ഷേ ഇവിടെ പത്രോസ് പറയുന്നത് ഈ വ്യർത്ഥവും പാരമ്പര്യമുള്ള ഒരു ജീവിതത്തിൽ നിന്ന് ക്രിസ്തു നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് വെറും ഒരു അഴിഞ്ഞു പോകുന്ന വസ്തുക്കളായ വെള്ളി കൊണ്ടോ പൊന്നുകൊണ്ടോ ഒന്നുമല്ല, പക്ഷേ ക്രിസ്തുവിൻ്റെ വിലയേറിയ നിഷ്കളങ്കമായ ആ ചുടുചോര കൊണ്ട്, ആ രക്തം കൊണ്ട് തന്നെയാണ് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്. അപ്പോൾ അതേ നാം വിശ്വസിച്ച് കർത്താവിലേക്ക് തിരിഞ്ഞു വരുമ്പോൾ നാം യഥാർത്ഥ ഒരു ക്രിസ്ത്യാനിയായി അല്ലെങ്കിൽ ഒരു നന്മയുള്ള ഒരു ജീവിതക്കാരായി നാം മാറുന്നു. അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഈ ലോക കഷ്ടപ്പാടുകളിലും അല്ലെങ്കിൽ ഈ ലോക കണ്ണുനീരുകളിലും ഈ ലോക വീഴ്ചകളിലും മാത്രം നാം മനസ്സ് ചെലുത്തി നാം വെറുതെ ആരാധനയ്ക്ക് പോവുകയും ബൈബിൾ വായിക്കുകയും ചെറുതെ ഒന്ന് ആരാധിച്ചിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതൊരു വ്യർത്ഥ ജീവിതമായി മാറുന്നു. നമുക്ക് ഒരു അർത്ഥവർത്ഥമുള്ള ഒരു ജീവിതം ജീവിക്കണമെങ്കിൽ ക്രിസ്തു എന്ന ആ ഒരു രക്തത്തിൽ ക്രിസ്തു തന്നെ സ്വന്തം രക്തം ചിന്തി നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു എന്ന ആ ഒരു വിശ്വാസം നമ്മിൽ ഇരിക്കേണ്ടതാണ്. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, കർത്താവേ, ഞങ്ങൾ കർത്താവ് നിൻ്റെ വചനമുള്ളതുപോലെ അറിയാതെ ഈ ലോകവുമായിട്ട് ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ നീ വീണ്ടെടുത്തിരിക്കുന്നത് അഴിഞ്ഞു പോകുന്ന പൊന്നുകൊണ്ടോ വെള്ളി കൊണ്ടോ അല്ല, പക്ഷേ നിൻ്റെ വിലയേറിയ രക്തം കൊണ്ടാണെന്ന് നിൻ്റെ വചനം പറയുമ്പോൾ ആ രക്തത്തിൽ വിശ്വസിക്കുവാനും നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ഒരു മറുവിലയെ ഞങ്ങൾ കരസ്ഥമാക്കിക്കൊണ്ട് നിൻ്റെ രാജ്യത്തിൽ വന്നു ചേരുവാനും ഞങ്ങളെ ഓരോരുത്തരെയും കരം പിടിച്ച് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കൃപയോ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.